എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തോംസൺ എന്ന ബ്രാൻഡിൻ്റെ 4K അതായത് 43 ഇഞ്ചിൻ്റെ 4K ടി വി ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ കംപ്ലയിൻറ്റ് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ബാർസ് വരുന്നു, അതുപോലെ പിക്ചറൊന്നും തന്നെ വരുന്നില്ല. ഇതിനകത്ത് സാധാരണ ഉപയോഗിക്കാറുള്ളത് LGയുടെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് MIയുടെ 43 ഇഞ്ചിൻ്റെ 4K ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിലവിൽ 4K ടി വികളിൽ കുറച്ചൊരു ലൈഫ് കിട്ടുന്ന LG ആണ്. ഏകദേശം ഒരു 5 to 6 ഇയർ മിനിമം കിട്ടാറുണ്ട്. ഇവിടെ ഈ തോംസൻ്റെ ടി വി വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 5 ഇയേഴ്സോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടുന്ന LG അതുപോലെ BOE പാനൽസിനാണ് കൂടുതലും ലൈഫ് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള വെർട്ടിക്കൽ ബാർസ് വരികയാണെങ്കിൽ ഒരിക്കലും നമുക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കില്ല, അത് റീപ്ലേസ് മാത്രമേ സാധിക്കുള്ളൂ. എന്തായാലും നമ്മൾ ആ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്യാം. ബാക്ക് കവറെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് LGയുടെ ഡിസ്പ്ലേ തന്നെയാണ് അതിനകത്തുള്ളത്. മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ആൾറെഡി റിപ്പയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഫസ്റ്റ് ഞാൻ അഴിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ LG ഡിസ്പ്ലേ ആണെന്ന്. നമുക്കിവിടെ കാണാം LG എന്ന ബ്രാൻഡിൻ്റെ 4K ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ഇടാൻ പോകുന്നത് നമ്മൾ BOEയുടെ ഡിസ്പ്ലേ. അപ്പോൾ എന്തുകൊണ്ട് ചിലർക്ക് തോന്നുന്നത് എന്തുകൊണ്ട് BOE പാനൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ LG പാനൽ രണ്ടും ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ അടുത്ത നെക്സ്റ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ BOE യൂസ് ചെയ്യുന്നത് മാത്രം, രണ്ടും നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് ആൾറെഡി 5 ഇയേഴ്സ് കടന്ന LG ആണ്. അപ്പോൾ നമ്മളൊരു പുതിയത്ത് ഇടുമ്പോൾ BOE കൂടെ ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ആ ഡിസ്പ്ലേ അതിൽ നിന്ന് TVയിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നും, അപ്പോൾ നമ്മൾ ഏതാണ് കൂടുതൽ ലൈഫുള്ളത്. അപ്പോൾ നിലവിൽ LGയും BOE ആണ് കൂടുതലും ലൈഫ് കണ്ടിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ 4K അല്ലെങ്കിൽ 4K കണ്ടൻറ്റ് കാണാത്ത ഒരാളാണെങ്കിൽ അത് ആവശ്യമില്ലാത്ത ഒരാളാണ് ഒരിക്കലും 4K സജസ്റ്റ് ചെയ്യാറില്ല. കാരണം ഫുൾ HD, അതായത് ഇതിന് മുമ്പുണ്ടായിരുന്ന ഫുൾ HD റെസൊല്യൂഷൻ ടി വികൾക്ക് 4Kനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ സെറ്റപ്പ് ബോക്സ് അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോസ് മാത്രം കാണാൻ 1080 കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫുൾ HD ടി വി തന്നെ വാങ്ങിക്കുക, 43 ഫുൾ HD ടി വി തന്നെ വാങ്ങിക്കുക. അല്ല നെറ്റ്ഫ്ലിക്സ് അതുപോലെ OTT പ്ലാറ്റ്ഫോമിലൊക്കെ സിനിമ കാണുന്നത് അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം 4Kയിലോട്ട് പോവുക. എന്തുകൊണ്ടായാലും 4K ഫുൾ HD അത്ര ലൈഫില്ല, അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫുൾ HD ആയിട്ടുള്ള ടി വികൾ എങ്ങനെ പോയാലും ഒരു 7 ഇയേഴ്സ് ലൈഫ് കിട്ടാറുണ്ട്. LG പാനൽസിനൊക്കെ അതിന് മേലേക്ക് കിട്ടുന്ന ടി വികളുണ്ട്. അപ്പോൾ 4K ആവശ്യമുള്ളവർ മാത്രം അത് വാങ്ങിക്കാം. ഒട്ടുമിക്ക എല്ലാവരും ഇപ്പോൾ യൂട്യൂബിലൊക്കെ നല്ല കണ്ടൻറ്റുകളൊക്കെ 4K റെസൊല്യൂഷൻ കാണുന്നവരുണ്ട്. അല്ലാത്തവർക്കുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ 4K മോശമാണെന്നുള്ള രീതിയിലല്ല, പൊതുവേ കമ്പാരിറ്റീവ്ലി ലൈഫ് കുറവാണ് ഫുൾ HDനെ കമ്പയർ ചെയ്യുമ്പോൾ. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളെന്തായാലും ടി വിയുടെ ഫ്രെയിം എല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി താഴെ വരുന്ന ഒരു അലുമിനിയത്തിൻ്റെ ഒരു ബീഡിങ് കൊണ്ടുണ്ട്, അതോടെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പാനൽ റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നിയായിരിക്കാം ഈ പാനൽ റിപ്പയർ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന്. ഈ ഇൻറ്റേർണലി വരുന്നത്, അതായത് ഗ്ലാസ്സിനകത്ത് വരുന്ന ഷോട്ടുകളാണെങ്കിൽ നമുക്കൊരു പരിധി വരെ മാത്രമേ ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ചെറിയ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റുകൾ, ലൈൻസുകൾ, അതുപോലെ ചെറിയ ചെറിയ ഫ്ലിക്കറിങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു പരിധി വരെയൊക്കെ റിപ്പയർ ചെയ്ത് കുറച്ച് കാലം ഇവിടെ ഓടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ആ സ്റ്റേജ് കടന്നു പോയതുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഉണ്ടായിരുന്ന LG ഡിസ്പ്ലേയിൽ 3+3, അതായത് 3 കോഫ് ലെഫ്റ്റ് സൈഡിലും 3 കോഫ് റൈറ്റ് സൈഡിലും വരുന്ന അങ്ങനത്തെ 6 കോഫ് വരുന്ന ഡിസ്പ്ലേ ഉണ്ടായിരുന്നത്. അതേ സെയിം കോഫ് വരുന്ന ഡിസ്പ്ലേ തന്നെയാണ് നമ്മൾ BOE പുതുതായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് 3 സൈഡ് കോഫ് ലെഫ്റ്റ് സൈഡിലും 3 റൈറ്റ് സൈഡിലായിട്ടുള്ള BOE പാനലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആൾറെഡി മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറയണം. നമ്മളത് കറക്റ്റായിട്ട് ആ ഫ്രെയിമിനകത്തോട്ട് കറക്റ്റ് ഇരുന്നിട്ടുണ്ടോ, അത് എവിടെയെങ്കിലും ബൾജായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊന്തി നിൽക്കണമൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു കാണുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുന്ന അറിയില്ല, എങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ ഡിസ്പ്ലേ ഊരിയെടുക്കാനും അതുപോലെ തിരിച്ച് റീപ്ലേസ് ചെയ്യാനും ശ്രദ്ധിക്കാം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയതിനു ശേഷം വീണ്ടും ഒരു പുതിയ ഡിസ്പ്ലേ യൂസ് ചെയ്തിട്ട് കുറച്ച് നാളുടെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് നല്ലൊരു ചോയ്സാണെന്ന് പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് 5 വർഷം ഇതിന് ലൈഫ് കിട്ടിയിരുന്ന സ്വാഭാവികമായിട്ടും ഡിസ്പ്ലേ റീപ്ലേസ് യൂസ് ചെയ്യുന്നതാണ് പൊതുവെ നല്ലത്. കാരണം മറ്റൊരു 4K ടി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം ഒരു 20 അല്ലെങ്കിൽ ആ റേഞ്ച് വരെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതിനും മിനിമം ഇപ്പോൾ കിട്ടുന്ന വാറണ്ടി 1 ഇയർ ആണ്. അപ്പോൾ 1 ഇയർ വാങ്ങുന്ന ടി വികൾക്കെല്ലാം നമ്മൾ പറഞ്ഞു, മുമ്പുണ്ടായിരുന്ന MI ടി വികൾക്കൊക്കെ പാനൽ കംപ്ലൈൻറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ നമ്മളൊരു 20,000 അല്ലെങ്കിൽ 24,000 ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് എന്തുകൊണ്ടും ഈ ടി വിയിൽ ഡിസ്പ്ലേ മാറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക. ഇപ്പോൾ പറഞ്ഞ എൻ്റെ പേഴ്സണലായിട്ട് ഒപ്പീനിയനാണ്, എല്ലാവർക്കും അതുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ എന്തായാലും ചിന്തിച്ച് നോക്കുക. ഇവിടെ നമ്മൾ പാനൽ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ടീക്കോം ബോർഡ്, അതായത് പാനലിനെ കൺട്രോൾ ചെയ്യുന്ന ടീക്കോം ബോർഡ് നമ്മൾ മാറുന്നുണ്ട്. കാരണം അത് LGയുടെ പറ്റില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ ഡിസ്പ്ലേയുടെ ടീക്കോം ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്. മുമ്പുണ്ടായിരുന്ന ടി വിയിൽ നമ്മൾ MIയുടെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ LVD കേബിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന അതേ പിന്നെ സോക്കറ്റുകളാണ് വരുന്നത്. അപ്പോൾ അതുപോലെ ആ സ്ക്രൂ ചെയ്യുന്ന പൊസിഷനും എല്ലാം സെയിം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല.
മുമ്പുണ്ടായിരുന്ന എൽ ജിയുടെ ടി കോമ്പോഴത്തുള്ള അതേ സപ്ലൈയുടെ സൈഡ് സപ്ലൈ VCC സൈഡൊക്കെ കറക്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ടി കോഡൊന്ന് പാനലിലേക്ക് കണ്ടിട്ട് FFC കേബിൾ, അതായത് രണ്ടെണ്ണം വരുന്ന കേബിളുകൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ കണക്ട് ചെയ്യുക. എൽ ജിയുടെ പാനലിൽ പൊതുവെ ചെറിയൊരു ടിൻറ്റഡ് കോട്ടഡ് ആയിരിക്കും, അത് ചെറിയൊരു പിങ്ക് കളറായിട്ടുള്ള നമുക്ക് സൈഡിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ BOയുടെ പാനൽ കുറച്ചുകൂടെയൊക്കെ വൈറ്റാണ്, ഇത് പ്യൂറായിട്ടുള്ള ഒരു നമ്മൾ മൊബൈലിലൊക്കെ സ്ക്രീൻ പോലെ കുറച്ചുകൂടെ വൈറ്റിഷ് കളറായിരിക്കും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും ചെറിയൊരു ടിൻറ്റഡ് കോട്ടിങ് പോലെ തോന്നിയിട്ട്, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് പിക്ചറിനെ അങ്ങനെ കാര്യമായിട്ട് ബാധിക്കൊന്നുമില്ല, അതൊരു പ്രശ്നമല്ല, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാണ്. പുറമേ കാണുമ്പോൾ നമുക്ക് LG ആണോ BO ആണെന്ന് മനസ്സിലാക്കിയ ഒരു ടിപ്പായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് ഇങ്ങനെ ഡിസ്പ്ലേ മാറി ഉപയോഗിക്കുന്ന യാതൊരു കംപ്ലയിൻസും ഇല്ല. കാരണം പല കമ്പനികളും ഉപയോഗിക്കുന്നത് ഒരു മോഡലിൽ തന്നെ ഒന്നോ രണ്ടോ ഡിസ്പ്ലേക്ക് ഉപയോഗിക്കുന്നത്, സെയിം മദർ ബോർഡിൽ തന്നെ ഒന്നോ രണ്ടോ ഡിസ്പ്ലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതൊരിക്കലും TV-ക്ക് വേറൊരു തരത്തിലുള്ള ദോഷം ഉണ്ടാക്കുന്നില്ലെന്ന് മനസ്സിലാക്കി വയ്ക്കുക. എല്ലാ കമ്പനികളും ചെയ്യുന്നത് അങ്ങനെയാണ്, അതായത് വേറെ വിവിധ തരത്തിലുള്ള ബ്രാൻഡുകൾ ഡിസ്പ്ലേയാണ്. ഓരോ നമ്മൾ ഫേമസ് ആയിട്ട് കേട്ടിട്ടുള്ള ഇംപാക്സ്, അങ്ങനെ VU MIയിലൊക്കെ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള പാനലുകളാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത്തരത്തിൽ മോഡിഫൈ ചെയ്തിട്ടോ ചിലതിൽ ഡയറക്റ്റ് തന്നെ ഇട്ടിട്ടോ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ BOയുടെ പാനൽ ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ പിക്ചർ രണ്ടെണ്ണമായിട്ട് കാണും, ഡുവൽ പിക്ചർ എന്ന് തന്നെ പറയാം. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തുള്ള IC പ്രോഗ്രാം ചെയ്തിട്ട് അത് മാറ്റിയെടുക്കാൻ സാധിക്കും, ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതൊരു പ്രശ്നമല്ല, വേറെ ബോർഡിൽ TV-ക്കകത്ത് ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. പക്ഷേ ഇവിടെ LG മുമ്പ് ഉണ്ടായിരുന്ന LG ഡിസ്പ്ലേ ആയതുകൊണ്ട് അത് ഡുവലായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ആ IC സോഫ്റ്റ്വെയർ ചെയ്തിട്ട് പ്രോഗ്രാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അത് കാണിക്കുന്നുള്ളത് ഈ IC ആണ് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചില കേസിൽ നമുക്ക് അങ്ങനെ പ്രോഗ്രാം ചെയ്യേണ്ടി വരാറുണ്ട്, അതായത് ചില മദർ ബോർഡ്സിനകത്ത് അത് റെസൊല്യൂഷനോ അല്ലെങ്കിൽ അതിൻ്റെ ബിറ്റുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ മാനുവലി റിമോട്ടിനകത്ത് പറ്റാറില്ല. അങ്ങനെ പറ്റാത്ത കണ്ടീഷനിൽ നമ്മൾ ഇത്തരത്തിൽ പ്രോഗ്രാം ചേഞ്ച് ചെയ്തിട്ട് അത് ആ പ്രശ്നം പരിഹരിക്കാറുണ്ട്. ഒരുവിധം എല്ലാ ടിക്കോ ബോർഡ്സിനകത്ത് അത് സാധിക്കാറുണ്ട്, ചില കേസിൽ പറ്റാറില്ല. പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും നമ്മൾ TV വാങ്ങിക്കുന്ന സമയത്ത് മിനിമം ഒരു 3 ഇയർ വാറണ്ടി ഉള്ള TV-എങ്കിലും വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ അത് സർവീസ് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യണ്ടോ എന്ന് നോക്കുക. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇപ്പോഴത്തെ കാലത്ത് TV വാങ്ങിക്കാൻ. കാരണം ഒരുപാട് പരസ്യങ്ങളും ഒരുപാട് ബ്രാൻഡുകളും TV ഇറക്കുന്ന ഈ കാലത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെ സർവീസ് അവൈലബിൾ ആണോ, അതുപോലെ മിനിമം 3 ഇയറെങ്കിലും വാറണ്ടി ഉള്ള തന്നെ വാങ്ങിക്കുക. അപ്പോൾ അതിന് കുറച്ച് പൈസ അധികം കൊടുക്കേണ്ടി വന്നാലും സാരമില്ല, കാരണം 1 ഇയർ കഴിഞ്ഞ് കംപ്ലയിൻ്റ് ആവുന്നതിനേക്കാൾ നല്ലതാണ് നമുക്ക് 3 വർഷം TV മിനിമം ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.